ആൾട്ടോ കാർ എടുക്കുന്ന പൈസക്ക് ഒരു 7 സീറ്റ് വാഹനം, അതും മഹീന്ദ്രന്റെ സൈലോ ഹിദുമത്തിന്റെ വണ്ടി കേട്ടോ. ഒരു പ്രശ്നങ്ങളില്ല, നല്ല ക്വാളിറ്റി വണ്ടി. ആദ്യം തരുന്ന ആൾക്ക് ഈ വണ്ടി കിട്ടും. എങ്ങനെയാണ് ബ്രോ ഇത് മോഡല്? ഇത് 2010 E8 സൈലോ T8 ഫുൾ ഓപ്ഷൻ വണ്ടി. ഫുൾ ഓപ്ഷൻ സൈലോ. ഓക്കെ. ഇത് റീപ്ലേസ്മെന്റോ മേജർ ആക്സിഡന്റോ മേജറും ഇല്ല, മൈനറും ഇല്ല, റീപ്ലേസും ഇല്ല. കമ്പനി എങ്ങനെയാണ് വന്നിട്ട് ഫുൾ കമ്പനി സർവീസാ. ഫുൾ കമ്പനി സർവീസ് വണ്ടി. എടുക്കുന്ന ആൾക്ക് ഒരു ടെൻഷനും വേണ്ട. ഈഗിൾ എഞ്ചിനാണ്. അത്യാവശ്യം മെയിന്റനൻസ് ഒക്കെ കമ്മിയുള്ള ഒരു വാഹനം. എത്ര കൊടുക്കുക ഇത്? നമുക്ക് ഫുൾ 5 കൊല്ലത്തെ പുതിയ പേപ്പർ എടുത്തിട്ട് വെറും 2 ലക്ഷം രൂപ കൊടുക്കാം. ഇനി പേപ്പർ അവരെടുക്കണമെന്ന് വെച്ചാൽ 25,000 രൂപ കുറച്ച് 1,75 കൊടുക്കാം. 1,75 കൊടുക്കാം അവർക്ക് കൊടുക്കാം. അതായത് നിങ്ങൾ ഈ വണ്ടി പേപ്പർ നിങ്ങൾ എടുക്കുകയാണെങ്കിൽ 1,75 ഇവരെടുത്ത് തരാണെങ്കിൽ 2 ലക്ഷത്തിനും ഈ വാഹനം തരുമെന്നാണ് പറയുന്നത്. അപ്പോൾ ആ ചെറിയ ബഡ്ജറ്റിൽ ചെറുവണ്ടികൾ നോക്കുന്നവർക്ക് വളരെ കൂടുതൽ ഉപകാരപ്പെടുന്ന ഒരു വീഡിയോ ആയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. ആൾട്ടോ കാറിന്റെ പൈസക്ക് ഒറിജിനൽ കേരള ഇന്നോവ, അതും ടൈപ്പ് 4ലേക്ക് കൺവേർട്ട് ആക്കിയ ഒരു വാഹനം. അതുകൂടാതെ ബൊലേറോ 2 പീസ് ഉണ്ട് കേട്ടോ. അതും നോർമൽ ബഡ്ജറ്റിൽ കിട്ടുന്ന വാഹനങ്ങളാണ്. മാരുതിന്റെ ഒരുപാട് വണ്ടികളുണ്ട്. ഏകദേശം ഒരു 10-25ഓളം വാഹനങ്ങൾ സ്റ്റോക്കുള്ള ഒരു ഷോറൂമാണ്. ഞാൻ ഇവിടെ 2-3 പ്രാവശ്യം വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ബാക്കി കാര്യങ്ങൾ മൂപ്പരോട് ചോദിക്കാം. ഇതിന്റെ ഓണർ ഉണ്ട്, മുബഷിർ ഭായ്. എന്തൊക്കെയുണ്ട്? സുഖല്ലേ? ഇപ്പോ എത്ര നിലവിൽ സ്റ്റോക്കില്? 30ന്റെ മുകളിലുണ്ട് തന്നെ. അവിടെ ആ ഷോറൂമിലുണ്ട്. ഫസ്റ്റ് ഷോറൂം ഇതാണ്. അപ്പൊ ആദ്യത്തെ ഷോറൂം ഇതാണ്. ഓക്കെ. ഇതിന് ശേഷമാണ് അവിടെ പോയത്. അപ്പൊ നമ്മൾ എന്തായാലും ഇവിടുത്തെ വാഹനങ്ങള് കാണിച്ചു കൊടുക്കുക, എന്നിട്ട് നമുക്ക് അങ്ങോട്ടേക്ക് പോവാം. പിന്നെ ഈ ഗ്യാരണ്ടി വാറണ്ടി ഒക്കെ എങ്ങനെ? നമുക്ക് ചില വണ്ടികൾക്ക് 3 മാസം മുതൽ 6 മാസം വരെ കൊടുക്കൂല്ലേ? ഓക്കെ. വണ്ടി എന്തെങ്കിലും പ്രശ്നങ്ങളോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് പറഞ്ഞിട്ടേ കൊടുക്കും. റീപ്ലേസ് ഇല്ല വണ്ടികൾ ഉണ്ടാവില്ല. മേജർ ആക്സിഡന്റിൽ ഒരു വണ്ടി എടുക്കലില്ല. ഏകദേശം എത്ര രൂപ മുതലാണ് സ്റ്റാർട്ടിംഗ് പ്രൈസ്? നമുക്കിപ്പോ 45,000 മുതൽ 45,000 രൂപ മുതലാണ് ഇവിടെ സ്റ്റാർട്ടിംഗ് പ്രൈസ് വരുന്നത്. അതായത് കുറെ വാഹനങ്ങൾ ഉണ്ട് കേട്ടോ ചെറിയ ബഡ്ജറ്റിൽ. ഒരു പാതിരാത്രിയിൽ ഒരു എമർജൻസി ഹോസ്പിറ്റൽ കേസൊക്കെ വന്നു കഴിഞ്ഞാല് നമ്മള് കുടുംബക്കാരെ വിളിക്കണം, ചങ്ങായിമാരെ വിളിക്കണം, അവരെ വിളിച്ചിട്ട് അലമ്പാക്കണം, ശല്യം ചെയ്യണം. അതൊന്നും വേണ്ട അല്ലെ? ഒന്നും വേണ്ട. ചിന്തിക്കുന്നവർക്ക് എടുക്കാൻ പറ്റിയ വാഹനങ്ങളാണ്. ഏത് ബഡ്ജറ്റും. ചെറിയ പൈസന്റെ ആണെങ്കിലും നമ്മളെ അത്യാവശ്യത്തിന് ഉപകാരപ്പെടണം അല്ലെ? തീർച്ചയായിട്ടും. ഓക്കെ. അപ്പോ മുബഷിർ ഭായ്, പിന്നെ ഇത് എങ്ങനെയാണ് പ്രോപ്പർ ലൊക്കേഷൻ പറഞ്ഞു കൊടുക്കണ്ടേ? പ്രോപ്പർ ലൊക്കേഷൻ ആര്യമ്പാവ്, പാലക്കാട് കോഴിക്കോട് മെയിൻ ഹൈവേ ആര്യമ്പാവിൽ വന്നാൽ മതി. അതായത് പെരിന്തൽമണ്ണേന്ന് പാലക്കാട് റോട്ടില് കരിങ്കല്ലത്താണി കഴിഞ്ഞിട്ട് ആണ് ഈ സ്ഥലത്തിന്റെ പേരെന്താണ്? ആര്യമ്പാവ്. ഓക്കെ. അതുപോലെ തന്നെ പാലക്കാട് നിന്ന് മണ്ണാർക്കാട് ആ ഭാഗത്തുനിന്ന് പേരുകാണെങ്കിൽ മണ്ണാർക്കാട് കഴിഞ്ഞിട്ട് കിട്ടുന്ന 24 മണിക്കൂറും നമ്മളെ ഫോണാണെങ്കിലും നമ്മളെ മാനേജറെ ഫോണാണെങ്കിലും എല്ലാം ആക്റ്റീവ് ആയിരിക്കും. ഓക്കെ. എപ്പോ വിളിച്ചാലും പാതിരാക്ക് വിളിച്ചാലും കിട്ടൂല. 3 സ്റ്റാഫുകളുണ്ട്. 3 സ്റ്റാഫുകളുടെ മൊബൈൽ ഏത് സമയത്ത് വിളിച്ചാലും മതി. അപ്പോ നമ്മള് കുറെ സംസാരിച്ച് ലാഘടിപ്പിക്കണ്ട, ഓരോ വണ്ടികളായിട്ട് നമുക്ക് കാണിച്ചു കൊടുക്കാം. ഓക്കെ. നേരെ വണ്ടിയിലേക്ക് പോവാം. ഒരു മിനിറ്റ്. ആദ്യമായിട്ട് നമുക്കൊരു ഒറിജിനൽ കേരള ഇന്നോവ കാറിൽ നമുക്ക് തുടങ്ങാം കേട്ടോ. അതും ടൈപ്പ് 4ലേക്ക് കൺവേർട്ട് ആക്കിയ ഒരു വാഹനമാണ്. ആൾട്ടോ കാറിന്റെ പൈസക്ക് ഈ വണ്ടി തരും. നല്ല വണ്ടി എന്നാണ് മൂപ്പര് എന്നോട്, ഞാൻ ഇവിടെ ഇറങ്ങിയപ്പോ തന്നെ മൂപ്പര് എന്നോട് പറയുന്നുണ്ട്, ഇത് അരിസ് ഭായ് ഇത് നല്ല വാഹനമാണെന്ന്. അതും 8 സീറ്റിലുള്ള വണ്ടിയാണ് കേട്ടോ. 8 സീറ്റ്. ഇത് ഓപ്ഷൻ വരുന്ന G4 അല്ലേ? G4. ഇത് മോഡൽ എത്ര വരുന്നത്? 2008 ഒറിജിനൽ കേരള. 2008. പേപ്പർ എത്ര വരുന്നുണ്ട്? 29 വരെ. 29 വരെ പേപ്പർ ഉണ്ട്. ഒരു ടെൻഷനും വേണ്ട കേട്ടോ. ഇനിയിപ്പോ എടുത്തിട്ട് പുതുക്കണം, അങ്ങനെ ആക്കണം, ഇങ്ങനെ ആക്കണം, ഒരു ടെൻഷനും വേണ്ട. പിന്നെ 29 വരെ പേപ്പറുള്ള ഒരു വാഹനം ഒറിജിനൽ കേരള. ഇത് 4 ആക്കി കൺവേർട്ട് ചെയ്താ. അതെ, ടൈപ്പ് 4ലേക്ക് കൺവേർട്ട് ആക്കിയതാണ്. വേറെ പ്രശ്നങ്ങൾ, റീപ്ലേസ് കാര്യങ്ങൾ മേജർ ആയിട്ട് ഒന്നുമില്ല. മെയിൻ ക്ലാസ് മാത്രം മാറിയിട്ടുണ്ട്. മെയിൻ ക്ലാസ് ഹിസ്റ്ററി ഒക്കെ ഉണ്ടോ? ഉണ്ട്. ഹിസ്റ്ററി ഉണ്ടല്ലോ. ഓക്കെ. വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ല. അലോയ്സ് എക്സ്ട്രാ കയറ്റിയതാണ്. വേറെ എന്തെങ്കിലും എക്സ്ട്രാ ചെയ്തിക്കണം? ഇല്ല. ആൻഡ്രോയിഡ് ഉണ്ട്. ആൻഡ്രോയിഡ് സെറ്റ് എക്സ്ട്രാ കയറ്റിയിട്ടുണ്ട്. സീറ്റ് കവറൊക്കെ ചെയ്തിട്ടുണ്ട്. എല്ലാം പക്ക. ഓക്കെ. ഇത് ഏകദേശം എത്ര ഓടിയിട്ടുണ്ടാവും വണ്ടി? 2.5 കിലോമീറ്റർ, 2.5 ലക്ഷം കിലോമീറ്റർ ഓടിയിട്ടുണ്ട് അല്ലെ? സെക്കൻഡ് ഓണർഷിപ്പ് ആണ് തന്നെ. ഓക്കെ. വണ്ടി എല്ലാ ഭാഗം ഫിറ്റ്, മെക്കാനിക് ഒക്കെ ഫിറ്റ്. ഈ ഓയിൽ ലീക്ക് കാര്യങ്ങള് പ്രശ്നങ്ങൾ ഒന്നുമില്ല അല്ലെ? ഏതൊരാൾക്കും വിശ്വസിച്ച് എടുക്കാൻ പറ്റിയ നല്ലൊരു അടിച്ചാപ്പൊളി വണ്ടിയാണ് നാം മൂപ്പര് പറയുന്നത്. എത്രക്ക് കൊടുക്കുക? ഫൈനൽ റേറ്റ് ആണ് ആരിസ്ഖാന്റെ സ്പെഷ്യൽ റേറ്റ് കാരണം 3.95 കൊടുക്കാം. 3.95 ലാസ്റ്റ് ആണോ? എന്തെങ്കിലും കുറച്ച് കൊടുക്കോ? എന്തെങ്കിലും ചെറിയതായിട്ട്. ഓക്കെ. ഇവിടെ ചോദിക്കുന്ന ഏത് വാഹനത്തിനാണെങ്കിലും മൂപ്പര് ലാസ്റ്റ് വിലയാണ് ഇട്ടിക്കുന്നത്. എന്തെങ്കിലും കച്ചവടത്തിന്റെ രീതിയിലുള്ള മാറ്റങ്ങൾ ഉണ്ടാവും കേട്ടോ.
അപ്പോ ആവശ്യക്കാരുണ്ടെങ്കിൽ നോക്കിക്കളി. ഇതിന് ലോൺ കിട്ടുമോ? ശ്രീരാമന് ലോൺ ഉണ്ട്. ശ്രീരാമന് കിട്ടും. എത്ര കിട്ടും? 2 ലക്ഷം വരെ കിട്ടും. 2.5 കിട്ടും തന്നെ. അപ്പൊ ഒരു 1-1.5 രൂപക്ക് ഉണ്ടെങ്കിൽ ഇറക്കാൻ പറ്റൂല. അല്ല 1.5 വേണ്ട, 1.5 വേണ്ടി വരും അല്ലെ? ആൾമോസ്റ്റ്. ഓക്കെ. അപ്പൊ ആവശ്യക്കാരുണ്ടെങ്കിൽ വേഗം വന്ന് നോക്കിക്കോളൂ കേട്ടോ. ചെറിയ ബഡ്ജറ്റിൽ ടവേര നോക്കുന്നവർക്ക് എടുക്കാൻ പറ്റിയ ഒരു കിണ്ണം പോലത്തെ ഒരു വണ്ടിയാണ് നിങ്ങളെ പരിചയപ്പെടുത്തുന്നത്. അതും ഒരു ടെൻഷനും വേണ്ട കേട്ടോ. സിംഗിൾ ഓണർഷിപ്പിൽ വരുന്ന ഒരു വാഹനമാണ്. ബ്രോ ഇത് എങ്ങനെ മോഡൽ വരുന്നത്? 2009 സിംഗിൾ ഓണർ. 9 മോഡൽ സിംഗിൾ ഓണർ. എത്ര വരെ പേപ്പർ ഉണ്ട്? 29 വരെ. 29 ലാസ്റ്റ് വരെ ഉണ്ട്. 29 ലാസ്റ്റ് വരെ പേപ്പർ ഉണ്ട്. ഇത് ഓപ്ഷൻ വരുന്ന ഫുൾ ആണ് അല്ലെ? ഫുൾ ഓപ്ഷൻ ആണ്. AC പവർ സ്റ്റിയറിംഗ്, പവർ വിൻഡോ. എത്ര 4 ഡോർ പവർ വിൻഡോ വരുന്നുണ്ടോ? 2 ഇല്ല 4 ഡോർ പവർ. 4 ഡോർ പവർ വിൻഡോ വരുന്നുണ്ട്. ഓക്കെ. അത്യാവശ്യം ഓടാനുള്ള കട്ടുള്ള ഓടാനുള്ള എന്നല്ല, പുത്തൻ ടയർ അല്ലെ? ഒന്നും നോക്കാനില്ല, കണ്ണി ചിമ്മിട്ട് എടുക്കാം. മെക്കാനിക് എന്ത് പാട്? 100%. സിംഗിൾ ഓണർ ആണ്. ഫുള്ള് പുതിയ ഇൻഷുറൻസ് പുതിയതാണ്. ഓട്ടം എത്ര ഉണ്ട്? ഓട്ടം 1 ലക്ഷത്തി സംതിങ്. 1 ലക്ഷത്തി ചില്ലറ എന്ന് പറയുമ്പോ 1.10 ഉള്ളിക്കാണ്. അതായത് 1,10,000 ഉള്ളിക്കാണ് ഓട്ടം ഉള്ളത്. വേറെ അപാകതകളില്ല. എല്ലാ ഭാഗം ഫിറ്റ്. എടുക്കുന്ന ആൾക്ക് കണ്ണി ചിമ്മിട്ട് എടുക്കാൻ പറ്റോ? ധൈര്യമായിട്ട് എടുക്കാൻ പറ്റിയ ഒരു വാഹനം കേട്ടോ. ഒരു ഭാഗം റീപ്ലേസ് ഇല്ല. അതെ. ഓക്കെ. എത്ര കൊടുക്കിയത്? നമുക്ക് ഫൈനൽ പ്രൈസ് പറയുന്നത് 2.65 കൊടുക്കാം. 2,65,000 ലാസ്റ്റ് ആണോ? എന്തെങ്കിലും ചെറുതായിട്ട് മാറ്റുന്നത്, ചെറിയൊരു മാറ്റം ഉണ്ടാവും അല്ലെ? ലോൺ എത്ര കൊടുക്കാം? ലോൺ നമുക്ക് കേറില്ല. ലോണൊക്കെ കേറുള്ളൂ. തന്നെ ശ്രീരാമൊന്നും കിട്ടൂല. 2009 വണ്ടിക്ക് ശ്രീരാം ഫിനാൻസ് കൊടുക്കുന്നുണ്ട്. ഇത് കേട്ടോ, നിങ്ങളൊന്ന് അന്വേഷിച്ച് നോക്കിക്കാളി. നമ്മൾ കൺഫേം ഇല്ലാതെ നമ്മൾ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. അതെ, അത് ആശ്രയിച്ചിട്ട് വരാൻ പാടില്ല. അല്ല 2009 വണ്ടിക്ക് കൊടുക്കുന്നുണ്ട്. അപ്പൊ നിങ്ങളൊന്ന് അന്വേഷിച്ച് നോക്കിക്കാളി കേട്ടോ. അപ്പൊ 2.65 ഈ വണ്ടിക്ക് ചോദിച്ചിട്ടുള്ളത്. ആവശ്യക്കാരുണ്ടെങ്കിൽ വീടുള്ള നമ്പറിൽ വിളിച്ചോ. ബാക്കി എല്ലാ കാര്യങ്ങളും മൂപ്പര് പറഞ്ഞുതരും. 20 കിലോമീറ്റർ മൈലേജ് കിട്ടുന്ന ഒരു ഹുണ്ടായിന്റെ ക്രെറ്റ ഡീസൽ വണ്ടിയാണ് നിങ്ങളെ കാണിക്കുന്നത്. ഒരു ടെൻഷനും വേണ്ട കേട്ടോ. SX ആണ് ഓപ്ഷൻ വരുന്നത്. ആൻഡ്രോയിഡ് അലോയ്സി, ബാക്ക് വൈപ്പർ, പിന്നെ അതുപോലെ തന്നെ സ്റ്റിയറിംഗ് കൺട്രോള്, അത്യാവശ്യം കട്ടുള്ള ടയർ കാര്യങ്ങളൊക്കെ ഉള്ള ഒരു വാഹനമാണ്. ബ്രോ ഇത് എങ്ങനെയാണ് മോഡൽ വരുന്നത്? ഇത് 2015 ലാസ്റ്റ് 12ാം മാസം 12ാം മാസം രജിസ്റ്റർ ചെയ്ത ഒരു വാഹനമാണ്. ഓട്ടോ എത്രയുണ്ട്? ഓട്ടോ 1.40. 1.4 ആണ്. സെക്കൻഡ് ഓണർഷിപ്പിലാണ്. 1.4 ആയതുകൊണ്ടാണ് ഇതിന് മൈലേജ് കിട്ടുന്നത്. അതാണ് ഏതാ 20 above മൈലേജ് വരും. അതെ, 20 above എന്ന് പറയാൻ കഴിയില്ല. മാക്സിമം ഒരു 20 മൈലേജ്. പിന്നെ ഈ ഓട്ടത്തിലാണ് ഈ മൈലേജ് കിട്ടുന്നത്. അതിപ്പോ നമുക്ക് ആർക്കും പറയാൻ കഴിയില്ല. ചിലർ ഓടിക്കുന്ന റഫായിട്ട് ഓടിച്ചാല്, ഞാൻ പേഴ്സണലി ഉപയോഗിച്ച വണ്ടിയാണ് 1.4. എന്റെ ഓട്ടത്തില് 20 above ആയിരുന്നു. ചിലവർക്ക് ഡിഫറന്റ് വരലുണ്ടെന്ന് പറയുന്നത്. അതെ, അത് റഫായിട്ട് ഓടിച്ചാല് മൈലേജ് അത്ര കിട്ടൂല. നല്ല നീറ്റായിട്ട് ഓടിച്ചാലേ ആ ഒരു മൈലേജ് കിട്ടുള്ളൂ. വേറെ വണ്ടിമേ റീപ്ലേസ് കാര്യങ്ങളൊന്നുമില്ല, പ്രശ്നങ്ങളൊന്നുമില്ല. ഏകദേശം എത്ര ഓടിയിട്ടുണ്ട് വണ്ടി? 1.40 ഓടിയിട്ടുണ്ട്. ഓണർഷിപ്പ് വരുന്നത് സെക്കൻഡ്. വേറെ തട്ടുമുട്ട് കേസൊന്നുമില്ല. നല്ല ക്വാളിറ്റി വണ്ടിയാണ്. ഫുൾ കമ്പനി സർവീസ് ഉള്ളതാണ് തന്നെ. ഓക്കെ. എത്ര കൊടുക്കത്? 6.60 കൊടുക്കാം. 6,60,000 ലാസ്റ്റ് കൊടുക്കാം. 6 ലക്ഷം വരെ ലോണും കൊടുക്കാം. 6 ലക്ഷം ലോണും കൊടുക്കാം. വെറും 60,000 രൂപ ഉണ്ടെങ്കിൽ ലോൺ ഇറക്കാൻ പറ്റിയ ഒരു വാഹനമാണ്. അപ്പൊ ആവശ്യക്കാരുണ്ടെങ്കിൽ മൂപ്പരെ വിളിച്ചോട്ടോ. കേരളത്തിൽ ഒരു മഹ്ലൂക്കും തരാത്ത വിലയിൽ നിങ്ങൾക്ക് ഒരു ബൊലേറോ ഇവിടുന്ന് കൊണ്ടുപോകാം. ഇത് ബ്രോ മോഡൽ എത്ര വരുന്നേ? 2011 ആണ് അല്ലെ? ഓപ്ഷൻ ഏതാ? SLX. AC പവർ സ്റ്റിയറിംഗ്, 4 ഡോർ പവർ വിൻഡോ വരുന്നുണ്ടാവും. പിന്നെ അതുപോലെ തന്നെ ടയർ അത്യാവശ്യം കട്ടുള്ള പുത്തൻ ടയർ. കട്ടുള്ള ടയർ എന്ന് പറയണ്ട, പുത്തനാണ്. ഓക്കെ. ഓട്ടം എത്ര ഉണ്ടാവും ഇത് വണ്ടി? ഇത് 1.40 ഓടിയിട്ടുണ്ട് അല്ലെ? DI ടർബോ ആണ് എഞ്ചിൻ വരുന്നത്. വേറെ റീപ്ലേസ് കാര്യങ്ങൾ മേജർ ആയിട്ട് ആക്സിഡന്റ് കാര്യങ്ങളില്ല. വണ്ടി കണ്ടീഷൻ എന്ത് പാട്? മെക്കാനിക്കൽ ഫിറ്റ് ആണ്. DI ടർബോ പറയാൻ നിങ്ങൾ പേടിക്കാതിരിക്കാൻ പറ്റുന്ന വണ്ടിയാണ്. അതെ, DI ടർബോ ആൾക്കാർ എൻക്വയറി ചെയ്യുന്ന ഒരു വാഹനം. നല്ല എൻക്വയറി. അതെ. അപ്പോ വേറെ ഇഞ്ചിന് പരമായിട്ട് വേറെ പ്രശ്നങ്ങൾ കാര്യങ്ങൾ ഒന്നുമില്ലല്ലോ. എവിടെ കൊണ്ട് ചെക്ക് ചെയ്യാലോ? ഓക്കെ. എത്ര കൊടുക്കത്? ഇത് നമുക്കൊരു ഓഫർ പ്രൈസ് കൊടുക്കാം. 2.90 കൊടുക്കാം. 2.90 ഈ വാഹനം തരൂട്ടാ. 2011 വണ്ടി. ഒരു കൊല്ലത്തെ പേപ്പർ ഉണ്ടല്ലേ? ആൾമോസ്റ്റ്. ഒരു കൊല്ലം കഴിഞ്ഞാൽ നിങ്ങൾ പേപ്പർ റീടെസ്റ്റ് കൊടുക്കേണ്ടി വരും. അപ്പോ ആവശ്യക്കാരുണ്ടെങ്കിൽ നോക്കിക്കോ. ലോൺ കിട്ടുമോ ഇതിന്? ലോണ് ശ്രീരാമൻ നോക്കാം. ചെയ്യാൻ പറ്റൂല? ഓക്കെ. 11 വണ്ടി ആയതുകൊണ്ട് ലോൺ കിട്ടും. അപ്പൊ ആവശ്യക്കാരുണ്ടെങ്കിൽ വന്ന് നോക്കൂ. വീണ്ടും നല്ലൊരു ഖീദുമത്തിന്റെ ബൊലേറോ ആണ് നിങ്ങളെ പരിചയപ്പെടുത്തുന്നത്. ഒരു നോർമൽ ബഡ്ജറ്റിൽ എടുക്കാൻ പറ്റിയ നല്ലൊരു വാഹനം കേട്ടോ. ഇത് മോഡൽ എത്ര വരുന്നത്? 2014 ലാസ്റ്റ്. അതും ഓപ്ഷൻ വരുന്ന ZLX ആണ്. ഏറ്റവും ഫുൾ ആണ് ഓപ്ഷൻ വരുന്നത്. AC പവർ സ്റ്റിയറിംഗ്, 4 ഡോർ പവർ വിൻഡോ വരും.
വോയിസ് മെയിൽ വരുന്നുണ്ട്. അതുപോലെ തന്നെ എക്സ്ട്രാ ഫിറ്റ് ഒന്ന് കയറിക്കണം ഇതില്. എക്സ്ട്രാ ഫിറ്റിംഗ് ഒന്നുമില്ല, സീറ്റ് കവർ ഉണ്ട്, പിന്നെ മറ്റുള്ള കാര്യങ്ങളൊന്നുമില്ല, നോർമൽ. ഓക്കെ. ഓട്ടോ എത്ര ഉണ്ട് വണ്ടി? 90-ന്റെ ഉള്ളിലാണ്. 90-ന്റെ ഉള്ളിൽ ഓടിയിട്ടുണ്ട്. ഓണർഷിപ്പ് സെക്കൻഡ് ആണ് അല്ലെ? വേറെ റീപ്ലേസ് കാര്യങ്ങളൊന്നുമില്ല, ഇടികുത്തൊന്നുമില്ല. എത്ര കൊടുക്കത്? ഇത് ഫൈനൽ നമുക്ക് 480 കൊടുക്കാം. 480 കൊടുക്കാം. മാക്സിമം എത്ര പൈസ ഉണ്ടെങ്കിൽ ചെയ്യാം? നമുക്കൊരു 50-60 ഡൗൺ പേയ്മെന്റ്. ഓക്കെ. 50,000 ഡൗൺ പേയ്മെന്റ് ഉണ്ടെങ്കിൽ വണ്ടി നിങ്ങൾക്ക് ഇറക്കി പോകാൻ പറ്റും. അപ്പോ ആവശ്യക്കാണെങ്കിൽ വന്ന് നോക്കോട്ടോ. പെട്രോൾ അടിച്ചടിച്ച് മുടിഞ്ഞു പോയ ആളുകൾക്ക് എടുക്കാൻ പറ്റിയ ഒരു വാഹനം EV ആണ് കേട്ടോ. ഇത് ടാറ്റന്റെ നെക്സോൺ ആണ് വാഹനം. എങ്ങനെയാണ് ബ്രോ ഇത്? ZX പ്ലസ് 2020 ലാസ്റ്റ്. ഓക്കെ. സിംഗിൾ ഓണർ ആണ്. 140 ഓടിയിട്ടുണ്ട്. ഓക്കെ. ഒരു 3.5 വർഷത്തോളം കമ്പനി വാറണ്ടി ഇനിയും ഉണ്ടല്ലേ? കമ്പനി വാറണ്ടി ഉള്ള ഒരു വാഹനം. എത്ര മോഡൽ പറഞ്ഞു നിങ്ങൾ? 2020 ലാസ്റ്റ് വാഹനം അല്ല? വേറെ റീപ്ലേസ്മെന്റും കാര്യങ്ങളൊന്നുമില്ല. 220 കിലോമീറ്റർ ആണ് റേഞ്ച്. 200 ഷുവർ ആണ്. 200 എന്തായാലും കിട്ടും അല്ലെ? ഇത് 200 കിട്ടല് എങ്ങനെ? ഒറ്റ ചാർജിലാ? സിംഗിൾ ചാർജ്. ഓക്കെ. സിംഗിൾ ചാർജിൽ 200 കിലോമീറ്റർ മുകളിലും വരും മൈലേജ്. അതിന്റെ മേലേക്കും വരും അല്ലെ? ഓക്കെ. ഇതിന് എങ്ങനെയാണ് ആസ്ക് ചെയ്യുന്നത്? ഇത് 6.25 കൊടുക്കാം. ഫുൾ ലോൺ ചെയ്ത് കൊടുക്കും. ഫുൾ ലോൺ അല്ലേ? ഒരു കൂടുതൽ 2 ലക്ഷം വേണമെങ്കിൽ അങ്ങോട്ട് കൊടുക്കും. അങ്ങോട്ട് വേണമെങ്കിൽ പൈസ കൊടുക്കുക അല്ല? അങ്ങോട്ട് വേണ്ട. ലോൺ എടുക്കുന്ന ആള് അതല്ല ഞാൻ പറയുന്നത്, 8 ലക്ഷം വരെ ലോൺ അവൈലബിൾ ആണ്. അതെ. ഓക്കെ. 6.25 ലക്ഷം രൂപയാണ്. അതെ. അപ്പോ ഒരു പൈസ ഇല്ല, 0 ഡൗൺ പേയ്മെന്റിൽ ഇറക്കാൻ പറ്റിയ ഒരു വാഹനമാണ്. 660 മൂപ്പര് ചോദിച്ചിട്ടുള്ളത്. പിന്നെ 6.25 ആണല്ലോ? ഓക്കെ. അപ്പോ ചെറിയ മാറ്റങ്ങളൊക്കെ ഉണ്ടാവൂലേ കച്ചവടത്തിന്റെ രീതിയിലുള്ള? അതെ. ഓക്കെ. അപ്പൊ വന്ന് നോക്കോട്ടോ. നല്ലൊരു ഖിദ്മത്തിന്റെ റിഡ്സ് കാർ, അതും ഡീസൽ വണ്ടിയാണ്. ഒരു ടെൻഷനും വേണ്ട. സിംഗിൾ ഓണർഷിപ്പ് ഉള്ള ഒരു വാഹനമാണ് കേട്ടോ. ഈ ബ്രോ ഇത് മോഡൽ എത്ര? 2014 ലാസ്റ്റ്. 14 ലാസ്റ്റ് വാഹനമാണ്. ഓപ്ഷൻ പിന്നെ VDA AC പവർ സ്റ്റിയറിംഗ്, 4 ഡോർ പവർ വിൻഡോ വരും. അതുപോലെ തന്നെ റീപ്ലേസ് എന്തെങ്കിലും ഉണ്ടോ? ഒന്നുമില്ല, സിംഗിൾ ഓണർ ആണ്. കമ്പനി സർവീസ് ആണ്. ഓട്ടോ എത്ര ഉണ്ട്? അത് 90-ന്റെ താഴെ. 90-ന്റെ ഉള്ളിലുള്ള ഓട്ടം കുറവുള്ള ഒരു വാഹനമാണ് കേട്ടോ. വണ്ടി എന്ത് പാടും? ഇത് വിശ്വസിച്ചെടുക്കാൻ പറ്റുമോ? 100%. കണ്ണ് ചിമ്മിട്ട് എടുക്കാൻ പറ്റിയ ഒരു വാഹനമാണ് നാം മൂപ്പര് പറയുന്നത് കേട്ടോ. ആവശ്യക്കാരുണ്ടെങ്കിൽ വേഗം വന്ന് നോക്കിക്കോ. കമ്പനി വാറണ്ടി, നമ്മുടെ കമ്പനി വരെ 3 മാസത്തെ വാറണ്ടി ഉണ്ടാവും. 3 മാസത്തെ വാറണ്ടി നിങ്ങൾ കൊടുക്കും? ഓക്കെ. ഇത് മോഡൽ വരുന്നത് 2014 ലാസ്റ്റ്. 14 ലാസ്റ്റ് അല്ലേ? എത്ര കൊടുക്ക? ഇത് നമുക്ക് ഫൈനലായിട്ട് 3.5 കൊടുക്കാം. 3.5 കൊടുക്കാം. 350 ലാസ്റ്റ് വില ആണ്. മാക്സിമം എത്ര ഡൗൺ പേയ്മെന്റ് വേണ്ടി വരും? 50 രൂപയുടെ താഴെ. 50 രൂപ ഉണ്ടെങ്കിൽ ലോൺ ഇറക്കാൻ പറ്റിയ ഒരു വാഹനം. കേരളത്തിൽ ഒരാളും തരാത്ത വിലയില്, അതും ഡാറ്റ്സൺ റെഡിഗോ ഓട്ടോമാറ്റിക് നോക്കുന്നവർക്ക് എടുക്കാൻ പറ്റിയ ഒരു കിണ്ണം പോലത്തെ ഒരു വാഹനമാണ് കേട്ടോ. ഇത് ബ്രോ മോഡല് എങ്ങനെയാണ്? 19 മോഡലാണ് അല്ലെ? ഓട്ടോമാറ്റിക് ആണ്. ഏകദേശം എത്ര ഓടിയിട്ടുണ്ട്? 35,000 കിലോമീറ്റർ. വെറും 35 ഓടിയിട്ടുള്ളൂ. 35,000 ഓടിയിട്ടുള്ളൂ. സിംഗിൾ ഓണർഷിപ്പ് ഉള്ള ഒരു വാഹനം. വേറെ റീപ്ലേസ് കാര്യങ്ങൾ എന്തെങ്കിലും മെക്കാനിക് പരമായിട്ട്? എല്ലാം ഫിറ്റ് അല്ല? കണ്ണി ചിമ്മിട്ട് എടുക്കാൻ പറ്റിയ ഒരു വാഹനം. ഓക്കെ. എത്ര കൊടുക്കത്? ഇത് ഫൈനൽ നമുക്ക് 2.5 കൊടുക്കാം. 2.5 ലക്ഷം. അതും മോഡൽ എത്ര പറഞ്ഞത്? 19 ഓട്ടോമാറ്റിക് വണ്ടി മൂപ്പര് 2.5 ലക്ഷം രൂപ കൊടുക്കാന്നാ പറയുന്നുള്ളത്. മാക്സിമം എത്ര ലോൺ ചെയ്യാം? ഫുള്ള് ലോൺ ചെയ്യാലോ? ഒരു പൈസ വേണ്ട, ഫുള്ള് ലോൺ ചെയ്യാൻ പറ്റിയ ഒരു വാഹനമാണ്. സിബിൽ ഓക്കെ ആണെങ്കിൽ മാത്രം. അതെ. അപ്പൊ ആവശ്യക്കാരുണ്ടെങ്കിൽ വന്ന് നോക്കിക്കോട്ടോ. നല്ല ഖിദ്മത്തിന്റെ സെലേറിയോ ഓട്ടോമാറ്റിക് വണ്ടിയാണ് നിങ്ങളെ പരിചയപ്പെടുന്നത്. ഇത് മോഡൽ വരുന്നത് എത്ര? 16 മോഡലാണ്. ഓപ്ഷൻ ഏതാ വരുന്നത്? VXI ആണ് അല്ലെ? ഓക്കെ. AC പവർ സ്റ്റിയറിംഗ്, 4 ഡോർ പവർ വിൻഡോ ഇതിൽ വരുന്നുണ്ട് അല്ലെ? സ്റ്റിയറിംഗ് കൺട്രോൾ ഒക്കെ? ഓക്കെ. ഇത് ഓട്ടം കാര്യങ്ങളൊക്കെ? സ്റ്റിയറിംഗ് കൺട്രോൾ ഇതിൽ വരില്ല. അത് ZXI സ്റ്റിയറിംഗ് കൺട്രോൾ ഇതിൽ വരൂല. ഓക്കെ. ഇത് എത്രയാണ് ഓടിയിട്ടുള്ള വണ്ടി? ഇത് 80,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. ഓണർഷിപ്പ് തന്നെ സിംഗിൾ ആണ്. ഒരു ടെൻഷനും വേണ്ടല്ലോ. ഓക്കെ. വേറെ റീപ്ലേസ് കാര്യങ്ങളൊന്നും? ബോണറ്റ് ഉണ്ട്. മേജർ ആക്സിഡന്റ് ഇല്ല. ബോണറ്റ് ഉണ്ട്. ബോണറ്റ് റീപ്ലേസ് ഇല്ല. ബോണറ്റ് മാത്രം. ഓക്കെ. മേജർ അല്ല, മൈനർ ആണ്. വേറെ അബ്രോൺ കാര്യങ്ങൾ പ്രശ്നങ്ങളൊന്നും അല്ല? അതുകൊണ്ട് തന്നെ വിലയും കുറച്ച് കൊടുക്കും. ഓക്കെ. എത്രയാണ് ഉദ്ദേശിക്കുന്നത്? ഫൈനൽ നമുക്കൊരു 3.55 കൊടുക്കാം. 3.55 ഫൈനൽ ചെയ്യാം. അതും ഫുള്ളി ലോണിൽ ചെയ്യാൻ പറ്റുമോ? ആൾമോസ്റ്റ് ചെയ്യാൻ പറ്റുമല്ലോ. ഒരു അടിപൊളി ഡസ്റ്റർ ആണ് നിങ്ങളെ കാണിക്കുന്നത്. ബ്രോ ഇത് മോഡൽ എത്ര വരുന്നത്? 13 മോഡലാണ്. ഏതാ? 85 PS അല്ല വണ്ടി? ഓട്ടോ എത്ര ഉണ്ട്? 90 ഓടിയുണ്ട്. വേറെ റീപ്ലേസ് കാര്യങ്ങൾ? റീപ്ലേസ് മെയിൻ ക്ലാസ് മാത്രം. മെയിൻ ക്ലാസ് റീപ്ലേസ് ഉണ്ട് അല്ലേ? മേജർ ഒന്നും ഇല്ലല്ലോ? മേജർ റീഡിങ് കുത്തൊന്നും ഇല്ല. വണ്ടി കണ്ടീഷൻ ആണ്. മെക്കാനിക് ഫുൾ ഫിറ്റ് അല്ലേ? ഫുൾ ഫിറ്റ്. ഓക്കെ. ഓണർഷിപ്പ് ഒക്കെ എത്ര? സെക്കൻഡ് ആണ്. വേറെ അപാധകളൊന്നും ഇല്ല. നല്ല വിശ്വസിച്ച് എടുക്കാൻ പറ്റിയ ഒരു വാഹനം. 100%. ഇത് എത്ര കൊടുക്കാൻ പറ്റും?
ഇത് നമുക്കൊരു 290 കൊടുക്കാം. 290. 2013 ഡസ്റ്റർ. ആ, ലോണൊക്കെ ഏകദേശം എത്ര കിട്ടും? 90% ഫുള്ള് ലോണ് മാക്സിമം ചെയ്യാം, ചെയ്ത് കൊടുക്കാല്ലേ? ഓക്കെ. ഒരു ആൾട്ടോ കാറിന്റെ പൈസ ഉള്ളൂ അല്ലേ? അതെ. ഓക്കെ. അപ്പൊ ഇവിടെ നമുക്കൊരു ആൾട്ടോ കാർ ചെറിയ പൈസക്ക് എങ്ങനെയാണ് ഇത് കാര്യങ്ങൾ? 2009 പുതിയ പേപ്പർ. 2009 പുതിയ പേപ്പറാണ്. AC പവർ സ്റ്റിയറിംഗ് എല്ലാം ഉണ്ട്. LXi ആണ് ഓപ്ഷൻ അല്ലേ? ഓക്കെ. എന്തെങ്കിലും റീപ്ലേസ്? ഒന്നുമില്ല. മെക്കാനിക് ഫുൾ ഫിറ്റ്. ഫുൾ ഫിറ്റ്. ഇനിയിപ്പോ എടുക്കണാക്കൊന്നും ചെയ്യാനില്ല, എണ്ണടിക്കാൻ ഓടാന്നല്ലാതെ വേറെ പണിയില്ലല്ലോ. ഇന്റീരിയർ ഭാഗത്ത് നല്ല സീറ്റ് കവർ ചെയ്തിട്ടുണ്ട്. ഒരു കാണാൻ വൃത്തിയുള്ള ഒരു വണ്ടിയാണ് കേട്ടോ. 2009 ആണെങ്കിലും വൃത്തിയുണ്ട്. ഇത് പേപ്പർ കാര്യങ്ങളൊക്കെ എത്ര ഉണ്ടാവും? പുതിയതാണ്, 2029 വരെ. 5 കൊല്ലത്തെ പേപ്പർ ഉണ്ട് അല്ല? ഒരു ടെൻഷനും വേണ്ട, ഒന്നും വേണ്ട. കാരണം ചിമ്മിട്ട് എടുക്കാം. ഓട്ടൊക്കെ എത്ര ഉണ്ടാവും? ഓട്ടോ 1.25 ഓട്ടോ ഉണ്ടല്ലേ? ഓണർഷിപ്പ് ഒക്കെ സെക്കൻഡ് ആണ് ആ തന്നെ. എത്ര കൊടുക്കരുത്? നമുക്ക് 1.5 കൊടുക്കാം. 1.5. 1,05,000 രൂപക്ക് ഒരു AC ഇട്ട് ഊട്ടിക്ക് പോകേണ്ട ആവശ്യമില്ല അല്ലെ? നല്ല തണുപ്പ് ഇതിൽ തന്നെ കിട്ടൂലേ? AC ഒക്കെ തണുപ്പുണ്ടാവൂലേ? നല്ല പക്ക. ഓക്കെ. അപ്പൊ ബാണാൻ വിളിച്ചോ. ഇവിടെ നമുക്കൊരു വോക്സ്വാഗന്റെ പോളോ, ഈ ഡീസൽ പെട്രോൾ വാഹനമാണ്. 1 എത്ര പിന്നെ? 1.2 അല്ലേ? ഓക്കെ. ഓട്ടം കാര്യങ്ങളൊക്കെ എത്ര ഉണ്ടാവും? 1.40 ഓടിയിട്ടുണ്ട്. 1.40 ഓടിയിട്ടുണ്ട്. വേറെ റീപ്ലേസ് കാര്യങ്ങൾ ഒന്നുമില്ല, റീപ്ലേസും കാര്യങ്ങളില്ല. പെട്രോൾ ആണ്. പെട്രോൾ ഓണർഷിപ്പ് നമുക്കൊരു 4.5 ലക്ഷം രൂപ. 4.5 ലക്ഷം രൂപ. 4.5 കൊടുക്കല്ല. 2017 വണ്ടി. ഇത് ഓപ്ഷൻ ഏതാ പിന്നെ? 1.2 ഹൈലൈൻ അല്ല? ഓക്കെ. AC പവർ സ്റ്റിയറിംഗ് ഫുൾ ഓപ്ഷൻ വണ്ടി. ഓക്കെ. ഒന്നും നോക്കാനില്ല, കാരണം ചിമ്മിട്ട് എടുക്കാം. വണ്ടിക്ക് വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ലല്ലോ. മെക്കാനിക് ഫുൾ ഫിറ്റ്. എണ്ണ അടിച്ച ഓടാ. ഓക്കെ. മാക്സിമം ലോൺ ചെയ്യാൻ പറ്റുമോ? ചെയ്യാൻ പറ്റൂല. 4 ലക്ഷം വരെ ലോൺ ചെയ്യാൻ പറ്റും. ഒരു 10-50 ഉറുപ്പിക ഉണ്ടെങ്കിൽ ലോൺ ഇറക്കാൻ പറ്റൂല. ഓക്കെ. അപ്പൊ ബാണാൻ വിളിച്ചോ. ചെറിയ ബഡ്ജറ്റിൽ ഏകദേശം ഒരു 25 കിലോമീറ്റർ ഒക്കെ മൈലേജ് കിട്ടുന്ന ഒരു ഹൂണ്ടായിന്റെ ഡീസൽ വണ്ടിയാണ് നിങ്ങളെ കാണിക്കുന്നത്. അതും ഗ്രാൻഡ് i10 അല്ലേ? ഗ്രാൻഡ് i10. എങ്ങനെയാണ് ബ്രോ മോഡല്? ഇത് 2013-14 രജിസ്ട്രേഷൻ. ഓക്കെ. സിംഗിൾ ഓണർ ആണ്, കമ്പനി സർവീസ് ആണ്. 1 ലക്ഷം ഓടിയിട്ടുണ്ട്. പക്ക സർവീസ് ആണ്. നീറ്റ് ആൻഡ് ക്വാളിറ്റി ആണ്. നല്ല നീറ്റ് വണ്ടിയാണ്. 25ന്റെ മേലെക്കാട്ടില്ല ഇതിന്റെ മൈലേജ്. അതാണ് ഇതിന്റെ ഹൈലൈറ്റ്. 25ന്റെ മേലേക്കാണ് മൈലേജ്. ഉറപ്പാണോ? ഉറപ്പാണ്. 25 ഷുവറാ തന്നെ. ഓക്കെ. AC പവർ സ്റ്റിയറിംഗ് 4 ഡോർ പവർ വിൻഡോ അല്ല? വേറെ പ്രശ്നമില്ല. പുതിയ ടയർ എല്ലാം നീറ്റ് വണ്ടി. കാര്യങ്ങളൊന്നുമില്ല. ഒരു ഷോറൂം കണ്ടീഷനുള്ള വെഹിക്കിൾ. എത്ര കൊടുക്കരുത്? നമുക്ക് ലാസ്റ്റ് ഒരു 2.70 കൊടുക്കാം. 2.70 കൊടുക്കാം. 2 ലക്ഷം ഫിനാൻസ് കയറും. എത്ര മോഡൽ പറഞ്ഞത്? 13-14 രജിസ്ട്രേഷൻ. 14 രജിസ്റ്റേർഡ് ആയിട്ടുള്ള മാനുവൽ ഉണ്ട് അല്ലേ? 2.70 കൊടുക്കാം. ഓക്കെ. മാക്സിമം 2.50 ലോൺ 2 ലക്ഷം ലോൺ ചെയ്യാം. ഇവിടെ നമുക്കൊരു ഇറ്റിയോസ് ലിവ കാണിച്ചു കൊടുക്കാം. ഇതിന്റെ ഒരു പ്രത്യേകത എങ്ങനെയാണ്? ഇത് 2011 വണ്ടിയാണ്. 11 പെട്രോൾ ലിവയാണ്. പെട്രോൾ വണ്ടി, പെട്രോൾ ലിവ. ഇതിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ, ഞാൻ ഷോറൂം ഇറങ്ങിയിട്ട് ഇത്രയും ലോ കിലോമീറ്ററിൽ ഒരു വണ്ടി ഇതുവരെ കിട്ടിയില്ല. 15,000 കിലോമീറ്റർ ആണ് ഈ വണ്ടി ഓടിയിട്ടുള്ളത്. 100% ജെനുവിൻ ആണ്. ഉറപ്പാണോ? 100%. സർവീസ് ഉണ്ടോ? അല്ലെങ്കിൽ ഞാൻ വണ്ടി തിരിച്ചെടുക്കുന്നു. അല്ല, സർവീസ് ഹിസ്റ്ററി ഉണ്ട്. പക്ഷെ ഇത് ഇപ്പോഴും കമ്പനി ടയറിലാണ് വണ്ടി കിടക്കുന്നത്. കമ്പനി ടയർ തന്നെയാണ്. അപ്പൊ ഇതിന് സ്റ്റെപ്പിംഗ് ടയറൊക്കെ അതിലുണ്ടോ? പുതിയത് വന്നത് അതിലുണ്ട് തന്നെ. ഒരുപാട് പഴയ വണ്ടി. ഇതുവരെ ഈ ഷോറൂം തുടങ്ങിയിട്ട് 15,000 കിലോമീറ്റർ ഓടിയ ലീവ് വന്നിട്ടില്ല. പക്ഷെ ഇത് വന്നിട്ടുണ്ട്. ഇതെന്ത് സംഭവം ഇങ്ങനെ വെറുതെ കടന്നതാണ് അവന്. ഓക്കെ. വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. ലാസ്റ്റ് തട്ടുമുട്ടൊന്നുമില്ലല്ലോ. 2.70 കൊടുക്കാം. 2.70 പൈസ കൊടുക്കാം തന്നെ. 2011 വണ്ടി 2.70 കൊടുക്കാം. ഇത് ഓപ്ഷൻ ഏത്? മിഡിൽ ഓഫ് ഉള്ള ജി ആണ്. AC പവർ സ്റ്റിയറിംഗ് 4 ഡോർ പവർ വിൻഡോ 4 ഡോർ പവർ വിൻഡോ വരും. വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. വണ്ടി ഓടിക്കുന്ന ഫീലിംഗ് ഉണ്ട്. മാക്സിമം ഫുള്ള് ലോണും ചെയ്യാം. ഇതിന് ലോൺ കാരണം ഫുള്ള് ലോൺ കാരണം 11 വണ്ടിക്ക് 1 വർഷം ലോൺ കിട്ടും. 11 വണ്ടിക്ക് അങ്ങനെ വേറെ പ്രശ്നങ്ങളുണ്ട്. ആയിക്കോട്ടെ. ആവശ്യക്കാരുണ്ടെങ്കിൽ വന്ന് നോക്കോ. ഇവിടെ നമുക്ക് റിനോൾട്ടിന്റെ കിഡ് ആണ്. ഒരു മാനുവൽ വണ്ടിയാണ് കേട്ടോ. ഇത് എങ്ങനെയാണ് ബ്രോ മോഡല്? ഇത് 16 ആണ്. എത്ര ഓട്ടം ഉണ്ട്? ഇത് 1 ലക്ഷം കറക്റ്റ്. ഇത് നമുക്കൊരു ഓഫർ പ്രൈസിന് കൊടുക്കല്ലേ? വണ്ടി എന്ത് പാട്? നല്ല വണ്ടിയാ. നല്ല വണ്ടി. റീപ്ലേസ് കാര്യങ്ങളൊന്നുമില്ല. നല്ല കാര്യമായിട്ട് മേജർ ആയിട്ടൊന്നുമില്ല. AC പവർ സ്റ്റിയറിംഗ് 2 ഡോർ പവർ ഉണ്ട്. അതെ. ഇതിന്റെ ടോപ്പില് കേരിയർ കാര്യങ്ങളൊക്കെ എക്സ്ട്രാ ഫിറ്റിംഗ് ഒക്കെ ഉണ്ട്. വണ്ടി റീപ്ലേസ് ഒന്നുമില്ല. എത്ര കൊടുക്കാം? ഇത് നമുക്ക് ഒരു പൊട്ടിച്ച റേറ്റ് 1.80 കൊടുക്കാം. 1.80. 2016 വണ്ടി. അത് ലോൺ ഫുള്ള് കയറും. ഓക്കെ. ഒരു ബഡ്ജറ്റില് മാരുതി കാർ നോക്കുന്നവർക്ക് എടുക്കാൻ പറ്റിയ ഒരു കിടിലം വണ്ടി. ബ്രോ മോഡൽ എത്ര? 2006 MPFI അല്ലേ? ഓക്കെ. വണ്ടി എന്തുപാട്? ക്വാളിറ്റി വണ്ടിയാണ്, കുഴപ്പമൊന്നുമില്ല. പേപ്പർ കാര്യങ്ങളൊക്കെ 8 മാസത്തെ വാലിഡിറ്റി. 8 മാസം ഉണ്ടല്ലേ? AC ഉണ്ടായില്? സ്റ്റാൻഡേർഡ് ആണ്. ഓക്കെ. വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. ഹോട്ടൽ എത്ര ഉണ്ടാവും?
ഓട്ടോയിൽ എത്ര ഉണ്ടാവും? ഓട്ടോ നമുക്കത് പഴയ മോഡൽ മീറ്റർ അല്ലേ. അതെ അതെ, ഓട്ടോ ഒന്ന് നോക്കിയിട്ട് കാര്യമില്ലല്ലോ. ഓണർഷിപ്പ് ക്വാളിറ്റി ഉണ്ട്. സെക്കൻഡ് ഓണർ ആണ് അല്ല, വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. എത്ര ഇത് ആസ്ക് ചെയ്യുന്നത്? ഇത് നമുക്ക് ലാസ്റ്റ് ഫൈനൽ 48 രൂപ കൊടുക്കും. 48 രൂപ കൊടുക്കാം. MPF എഞ്ചിനിൽ വരുന്ന ഒരു വാഹനമാണ്. ഫൈനൽ റേറ്റ് അല്ലേ? ഓക്കെ. അത്യാവശ്യം ഒരു 18 കിലോമീറ്റർ മൈലേജ്. അതായത് ഒരു ബൈക്കിൽ പോകുന്ന ഫാമിലിക്ക് കാറിലേക്ക്, ചെറിയ ബഡ്ജറ്റിൽ കാറിലേക്ക് മാറാൻ പറ്റിയ ഒരു വണ്ടി അല്ല? തീർച്ചയായിട്ടും. ഓക്കെ, അപ്പൊ വാഹനം വിളിച്ചോ. 5 കൊല്ലത്തെ പുതിയ പേപ്പർ, ഒരു ടെൻഷനും വേണ്ട. സ്വിഫ്റ്റ് ഡിസൈർ ആണ്. ചെറിയ ബഡ്ജറ്റിൽ നല്ല ബൂട്ട് സ്പേസ് കാര്യങ്ങൾ, മൈലേജ് ഒക്കെ കൂടുതൽ കിട്ടുന്ന വാഹനങ്ങൾ നോക്കുന്നവർക്ക് ചൂസ് ചെയ്യാൻ പറ്റിയ നല്ലൊരു അടിപൊളി വണ്ടി തന്നെ ഞാൻ പറയും. കാരണം എന്താ വെച്ചാൽ നിങ്ങൾക്ക് അറിയാലോ, ഡിസൈർ നല്ല ഓടിക്കാനൊക്കെ നല്ല സ്മൂത്ത് ആണ് കേട്ടോ, ഡ്രൈവിംഗ് ഒക്കെ ചെയ്യാൻ. ബ്രോ, ഇത് മോഡൽ എത്ര വരുന്നത്? ഇത് 2010. ഓക്കെ, ഇതിന്റെ ഫുൾ ഡീറ്റെയിൽ ഒന്ന് പറഞ്ഞു കൊടുത്താൽ. 2010 പുതിയ പേപ്പർ, ഡിസൈർ VDA ആണ്. ഓക്കെ, വണ്ടിക്ക് റീപ്ലേസ്മെന്റോ മേജർ ആക്സിഡന്റോ ഒന്നുമില്ല. പുതിയ പേപ്പറാണ്. ഡോക്യുമെന്റ് എല്ലാം പുത്തനാണ്. ഓട്ടോ ഓട്ടോ 140. അടുത്ത വർഷം 6ാം മാസം വരെ ഇൻഷുറൻസ് ഉണ്ട്. വേറെ മേജർ ആക്സിഡന്റോ മെക്കാനിക് ഫുൾ ഫിറ്റ്. അലോയിലാണ്, VDA ആണ്. അലോയ്സ് കാര്യങ്ങളൊക്കെ എക്സ്ട്രാ കയറ്റിയതാണ്. ഓക്കെ, വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ല. നല്ല ഇന്റീരിയർ ഭാഗത്ത് സീറ്റ് കവർ ഒക്കെ ചെയ്തിട്ടുണ്ട്. എത്ര കൊടുക്കരുത്? ഇത് നമുക്കൊരു 2 ലക്ഷം രൂപക്ക് ഫൈനലായിട്ട് ചെയ്യും. രണ്ടിന് ചെയ്യാം. ഫൈനൽ റേറ്റ് ആണ്, രണ്ടിന് ചെയ്യാം. 2 ലക്ഷം. ലോൺ ഇതിന് സാധ്യത കുറവാണ്. ഈ സെർട്ട് ഫിനാൻസ് കിളിച്ചുണ്ടൻ മാമ്പഴം പോലത്തെ ഒരു നാനോ കാറ്, അതും മാനുവൽ വണ്ടി അല്ലേ? മാനുവൽ. എത്ര മോഡലാണ്? 2012. അത് എക്സ്ചേഞ്ച് കയറിയതാണ്. എക്സ്ചേഞ്ചിൽ വന്നതാണ് അല്ലേ? 2012. പുതിയ ഇൻഷുറൻസ് ആണ്. LX ആണ്. അതായത് LX ആണ് ഓപ്ഷൻ. അന്നത്തെ ഫുൾ ഓപ്ഷൻ ആണ്. പവർ സ്റ്റിയറിംഗ് ഉണ്ടോ? അല്ല, പവർ സ്റ്റിയറിംഗ് ഇല്ല. AC മാത്രമേ വരുന്നത്. പവർ വിൻഡോ, അലോയ് വീല്, കമ്പനി മ്യൂസിക് സിസ്റ്റം. അതൊക്കെ വരുന്നുണ്ട്. പവർ സ്റ്റിയറിംഗ് മാത്രമേ വരുന്നുള്ളൂ. ആവശ്യമില്ല. അതെ, ഇത് വേറെ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ? ഒന്നുമില്ല. മെക്കാനിക് എന്ത് പാട്? ഫുള്ളാണ് അല്ലേ? ഓണർഷിപ്പ് ഒക്കെ? ഓണർഷിപ്പ് സെക്കൻഡ് ഓണർഷിപ്പിലാണ് നിൽക്കുന്നത്. ഏകദേശം എത്ര ഓടിയിട്ടുണ്ടോ വണ്ടി? ഇത് ഓട്ടം ഏകദേശം ഒരു 1 ഓടിക്കണം. 1ന്റെ താഴെ, 1ന്റെ ഉള്ളിലാണ്. വേറെ തട്ടുമുട്ട് റീപ്ലേസ്മെന്റ് ഒന്നുമില്ല. എത്ര കൊടുക്കരുത്? ഇത് നമുക്കൊരു പൊട്ടിച്ച റേറ്റ് കൊടുക്കാം. 48 രൂപ കൊടുക്കും. 48,000 രൂപക്ക് ഒരു നാനോ കാർ. എത്ര മോഡൽ പറഞ്ഞേ? 12 മോഡലാണ്. അപ്പൊ ആവശ്യക്കാരുണ്ടെങ്കിൽ വന്ന് നോക്കിക്കോട്ടോ. ചെറിയ ബഡ്ജറ്റിൽ നാനോ ഓട്ടോമാറ്റിക് വണ്ടിയൊക്കെ നോക്കുന്നവർക്ക് എടുക്കാൻ പറ്റിയ നല്ലൊരു കിരുമത്തിന്റെ വണ്ടിയാണ് കേട്ടോ നിങ്ങളെ കാണിക്കുന്നത്. ബ്രോ, ഇത് മോഡൽ വരുന്നത് 2016 ആണ്. ഓപ്ഷൻ വരുന്നത് XT ആണല്ലേ? എത്ര ഓടിയിട്ടുണ്ട്? ഇതൊരു 60,000 കിലോമീറ്റർ ഓടിയ ഒരു സെക്കൻഡ് ഓണർഷിപ്പിൽ നിൽക്കുന്ന ഒരു വാഹനം അല്ല? ഓട്ടോമാറ്റിക് ആണ്. AC പവർ സ്റ്റിയറിംഗ്, 2 പവർ വിൻഡോ വരും. വേറെ കമ്പനി മ്യൂസിക് സിസ്റ്റം, റീപ്ലേസ്മെന്റ് ഒന്നുമില്ല. കമ്പനി മ്യൂസിക് സിസ്റ്റം കാര്യങ്ങളൊക്കെ നല്ല വൃത്തിയുള്ള ഒരു വാഹനം കേട്ടോ. ഇന്റീരിയർ ഭാഗത്ത് നല്ല അടിച്ചാപൊളിയാണ്. അതുപോലെ തന്നെ എക്സ്റ്റീരിയർ നോക്കുകയാണെങ്കിൽ നല്ല വൃത്തിയുണ്ട്. അത്യാവശ്യം ഓടാനുള്ള കട്ടുള്ള ടയർ കാര്യങ്ങളൊക്കെ ഉള്ള വാഹനമാണ്. ഇത് എത്ര കൊടുക്കാം? ഓഫർ റേറ്റ് കൊടുക്കാം. 1.55 കൊടുക്കാം. ഓഫർ വിലക്ക് 1.55 മൂപ്പര് ചോദിക്കുന്നത്. ഒരു സെക്കൻഡ് സ്വിഫ്റ്റ് കാർ എടുക്കുന്ന പൈസക്ക് നല്ലൊരു കിരുമത്തിന്റെ BMW X1 ആണ് നിങ്ങളെ കാണിക്കുന്നത്. ബ്രോ, ഇതിനെ കുറിച്ചുള്ള എല്ലാ കാര്യങ്ങളും ഒന്ന് പ്രേക്ഷകരോട് പറഞ്ഞേ. ഇത് 2012-13 രജിസ്ട്രേഷൻ ആണ്. ഇത് എന്റെ പേരിലുള്ള വണ്ടിയാണ്. നിങ്ങളെ ഞാൻ ഉപയോഗിക്കുന്ന വണ്ടിയാണ് തന്നെ. പേഴ്സണലി എനിക്ക് അറിയുന്ന വണ്ടി. ഇത് ഡീസൽ വണ്ടിയല്ല? ഡീസൽ. മൈലേജ് ഒക്കെ എത്ര കിട്ടും? ഇത് 15 ഷുവറാ. എന്തായാലും കിട്ടും. ലോങ്ങിൽ 17 വരെ എത്തും. X1 മൈലേജ് ഉണ്ട്. 320 സെയിം എഞ്ചിനാണ്. ഓക്കെ, എന്തൊക്കെ ഫീച്ചേഴ്സ് വരുന്നത്? സാധാരണ എല്ലാം ഉണ്ട്. എല്ലാം ഉണ്ടല്ലോ. ഒരു ഓപ്ഷൻ ആണ്. ഒരു വാഹനത്തിന് വേണ്ട എല്ലാ ഓപ്ഷൻസും ഉണ്ടല്ലോ. പുതിയ ബാറ്ററിയാണ്, പുതിയ ഇൻഷുറൻസ് ആണ്, ഫുൾ കവർ, മേജർ ആക്സിഡന്റോ റീപ്ലേസ്മെന്റോ ഇല്ല. നമുക്ക് ഫൈനൽ ഒരു സ്വിഫ്റ്റ് കാർ സെക്കൻഡ് ഹാൻഡിന്റെ റേറ്റിന് കൊടുക്കാം. നമുക്ക് 5.5 ലക്ഷം രൂപ ചെയ്യാം. 5 രൂപ കൊടുക്കാം. അതും മാക്സിമം ലോണും ചെയ്ത് കൊടുക്കും. ഓക്കെ, അപ്പൊ ആവശ്യക്കാരുണ്ടെങ്കിൽ വന്ന് നോക്കിക്കോട്ടോ. ആൾട്ടോ കാർ എടുക്കുന്ന പൈസക്ക് ഒരു 7 സീറ്റ് വാഹനം, അതും മഹീന്ദ്രന്റെ സൈലോ, കിതുമത്തിന്റെ വണ്ടി കേട്ടോ. ഒരു പ്രശ്നങ്ങളില്ല. നല്ല ക്വാളിറ്റി വണ്ടി. ആദ്യം വരുന്ന ആൾക്ക് വണ്ടി കിട്ടും. എങ്ങനെയാണ് ബ്രോ ഇത് മോഡല്? ഇത് 2010 E8 സൈലോ. T8 ഫുൾ ഓപ്ഷൻ സൈലോ. ഓക്കെ, ഇത് റീപ്ലേസ്മെന്റോ മേജർ ആക്സിഡന്റോ മേജറും ഇല്ല, മൈനറും ഇല്ല, റീപ്ലേസും ഇല്ല. കമ്പനി എങ്ങനെയാണ് ഫുൾ കമ്പനി സർവീസാ. ഫുൾ കമ്പനി സർവീസുള്ള വണ്ടി. എടുക്കുന്ന ആൾക്ക് ഒരു ടെൻഷനും വേണ്ട. ഈഗിൾ എഞ്ചിനാണ്. അത്യാവശ്യം മെയിന്റനൻസ് ഒക്കെ കമ്മിയുള്ള ഒരു വാഹനം. എത്ര കൊടുക്കരുത്? ഇത് നമുക്ക് ഫുൾ 5 കൊല്ലത്തെ പുതിയ പേപ്പർ എടുത്തിട്ട് വെറും 2 ലക്ഷം രൂപ കൊടുക്കാം. ഇനി പേപ്പർ അവരെടുക്കണ വെച്ചാൽ 25,000 രൂപ കുറച്ച് 1.75 കൊടുക്കാം. 1.75 കൊടുക്കാം. അവർക്ക് കൊടുക്കാം. അതായത് നിങ്ങൾ ഈ വണ്ടി പേപ്പർ നിങ്ങൾ എടുക്കുകയാണെങ്കിൽ 1.75 ഇവരെടുത്ത് തരാണെങ്കിൽ 2 ലക്ഷത്തിനും ഈ വാഹനം തരുമെന്നാ പറയുന്നത്. അപ്പോൾ ആവശ്യക്കാരുണ്ടെങ്കിൽ വീട്ടിലുള്ള നമ്പറിൽ വിളിച്ചോ. ചെറിയ ബഡ്ജറ്റിൽ നല്ലൊരു അടിപൊളി ആൾട്ടോ K10 ആണ് നിങ്ങളെ കാണിക്കുന്നത്.
ഇത് മാനുവൽ വണ്ടിയല്ലേ? മാനുവല്. എത്രയാണ് മോഡൽ? 12 സിംഗിൾ ഓണർ ആണ്. സിംഗിൾ ഓണർഷിപ്പ് ആണ്. ഓപ്ഷൻ പിന്നെ VXI AC പവർ സ്റ്റിയറിംഗ്, 4 ഡോർ പവർ വിൻഡോ വരുന്നുണ്ട്. 2 ഡോർ പവർ വിൻഡോ. 2 ഡോർ അല്ലേ? വേറെ മെക്കാനിക്കൽ എല്ലാം ഫിറ്റ് ആണല്ലേ? വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. എത്ര കൊടുക്കാം ഇത്? നമുക്ക് ഫൈനലായിട്ട് 1.5 രൂപ കൊടുക്കാം. 1.5 രൂപ കൊടുക്കാം അല്ലേ? ഓക്കെ. ഇവിടെ ഒരു AC ഉള്ള ഒരു മാരുതി കാറാണ് നിങ്ങൾ കാണിക്കുന്നത്. 2000 എത്ര മോഡൽ വരുന്ന? 11 വണ്ടിയല്ല? MPFI ആണ്, AC ആണ്. സിംഗിൾ ഓണർ ആണ്, റീപ്ലേസ്മെന്റ് ഇല്ല. നമുക്ക് ഫൈനലായിട്ട് 90 രൂപ ചെയ്യാം. 90 രൂപ കൊടുക്കല്ലേ? വണ്ടി വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. നീറ്റ് വണ്ടി, സിംഗിൾ ഓണർ. ഓക്കെ.